ഇന്നിവിടെ ഈ നിർമ്മാണ മേഖലയിൽ ആരംഭിക്കുന്ന പുതിയ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സിഡ്കോസിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്ന ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന സിഡ്കോസിൻ്റെ ചെയർമാൻ ശ്രീ ആർ രാജൻ അവർകൾ, ഇവിടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ സലീം മാറ്റപ്പള്ളി, ശ്രീ സന്തോഷ് പാലോഡ്, ശ്രീ നിറവൺകര ഹരി, ശ്രീ ദീപുരാജ്, ശ്രീ സതീഷ്, ജോസ് വിക്ടർ, ജോൺ ഫിലിപ്പ്, നമ്മുടെ KNMSൻ്റെ ചെയർമാൻ ശ്രീ ലോറൻസ്, മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സംരംഭമാണ് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കപ്പെടുന്ന ഈ സിഡ്കോസ്. നമ്മുടെ രാജ്യം ദ്രുതഗതിയിൽ പുരോഗതിയുടെയും വികസനത്തിൻ്റെയും പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി 2047 ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമം നമ്മളെല്ലാവരും പങ്കാളികളായിട്ടുണ്ടാകണം എന്നാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ആ വികസിത രാഷ്ട്രം എന്നുള്ള ആശയം പ്രാവർത്തികമാക്കുന്നതിന് പല തലങ്ങളുണ്ട്. ഒരു തലം എന്ന് പറഞ്ഞാൽ നാട്ടിലെല്ലാവർക്കും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും പാർപ്പിടം, എല്ലാ പ്രദേശങ്ങളിലും സഞ്ചാരയോഗ്യമായിട്ടുള്ള ഗതാഗത സൗകര്യങ്ങൾ, എല്ലാവർക്കും കുടിവെള്ളം. ഇത് ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ അതിൻ്റെ മറ്റൊരു തലം എന്നുള്ള നിലയിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അഥവാ പശ്ചാത്തല വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ആ തലത്തിലും ഒരേപോലെ ഉള്ള പ്രവർത്തനങ്ങൾ, ഒരേ രീതിയിൽ ഒരേ വേഗതയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് 80 കോടി ജനങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കാനും 4 കോടിയോളം വീടുകളിൽ കുടിവെള്ളം എത്തിക്കാനും ഒക്കെയുള്ള പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ മറുവശത്ത് നമ്മുടെ ഗതാഗത മേഖലയിൽ റോഡാണെങ്കിലും റെയിലാണെങ്കിലും എയർപോർട്ടുകളാണെങ്കിലും ഈ മേഖലകളിലൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതിൻ്റെ എത്രയോ ഇരട്ടി വേഗതയിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.